ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് സ്പെഷ്യൽ ആട്ടോ. ഇത് നല്ല വെണ്ടക്ക വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മൾ വെണ്ടക്ക വെച്ചിട്ട് പല ടൈപ്പിലുള്ള കറികളും വറവൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, എന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഈ ഒരു സാധനം മാത്രം മതിയാവും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എരിവനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ 6-8 നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് തന്നെ ഒരു 6-7 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള അതുകൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന് കൂടുതൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയാട്ടം. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പുളി ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിക്ക് പകരം ചെറുക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണോളം ചെറുക്ക ഇതിനെ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതിന് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വെള്ളം ചേർക്കരുത്, എന്നിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അതുപോലൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 വെണ്ടക്ക ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെണ്ടക്ക ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് വാർത്തെടുക്കാം കേട്ടോ. വറുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഈ ഒരു പശുപശപ്പ് ഉണ്ടാവുമല്ലോ വെണ്ടയ്ക്കൽ ഉണ്ടാകുന്നത്, അതൊന്ന് മാറിയിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വറുത്ത കളർ മാറ്റിയെടുക്കണ്ട. ഈ രൂപത്തിൽ ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഒരുപാട് അങ്ങ് വറുത്തിട്ട് ഇതിനങ്ങ് ക്രിസ്പി ആക്കി കളയണ്ട. ഈ ഒരു രൂപത്തിൽ മാത്രം ആക്കി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. വെണ്ടക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഈ വെണ്ടക്ക അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാർത്തെടുക്കുന്ന സമയത്ത് തന്നെ വെണ്ടക്ക നന്നായിട്ട് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടക്ക ഇതുപോലൊരു വലുപ്പത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി അതേ പാനിലേക്ക് തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ സവാളയും വറ്റൽമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പുളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ. പച്ച മണവും ആ ഒരു കളറൊക്കെ ഒന്ന് മാറ്റി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഇതിലേക്ക് പുളി ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രം കേട്ടോ വെണ്ടയ്ക്കയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ വെണ്ടക്ക വറുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് അധികം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ അങ്ങ് മാറി വരുമല്ലോ. സവാളയുടെയൊക്കെ പച്ച മണങ്ങ് മാറി വന്നു കഴിഞ്ഞാൽ കളറൊന്ന് മാറിയിട്ട് ഈ എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്കയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മാത്രം കേട്ടോ. ഈ ഒരു വെണ്ടക്കയിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പം ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ വെണ്ടക്കയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് അതങ്ങനെ അങ്ങ് വെക്കാൻ പാടില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിതായിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവാട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം.
അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഈ ഒരു വെണ്ടക്കൻ്റെ റെസിപ്പി മാത്രം മതിയാവേ. നല്ല ടേസ്റ്റിയാണ്. വെണ്ടക്ക ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.